ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു എഗ് റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്, നല്ല ടേസ്റ്റുമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് എഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി കൊണ്ട് മാത്രമല്ല, പൊറോട്ട ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് എഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ പൊറോട്ടയും വെച്ചിട്ട് നമുക്ക് എഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. സബോള, ക്യാരറ്റ്, കുക്കുംബർ, ബട്ടർ, മുട്ട ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ക്യാപ്സിക്കോ, ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കാവുന്നതാണ്. ഒരു ബൗളിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, സബോളയായിരിക്കണം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അതായിരിക്കണം ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. സബോളയുടെ 1/3 മാത്രമേ പച്ചക്കറി എടുക്കാൻ പാടുള്ളൂ. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കുക്കുംബർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർക്കുവാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിടാവുള്ളൂ. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 മുറി നാരങ്ങ നീരോട് പിഴിഞ്ഞൊഴിക്കണം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കണം. നാരങ്ങ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. എഗ് റോളിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ടയിലിട്ട് 1 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് കുരുമുളക് പൊടി, എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ആ കുരുമുളക് പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ആകുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. 2 മുട്ടയുടെ വെള്ള ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. 2 മുട്ടയ്ക്ക് 2 വെളുത്തുള്ളി പാകമാണ്. അത് 1 ടീസ്പൂൺ നാരങ്ങ നീരിട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കില്ല, 4 പ്രാവശ്യമായിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വന്നതാണ്. ഇതിപ്പം നല്ലതുപോലെ കുറുക്കമായിട്ടുണ്ട്. ഇനി ഇതിലും കുറുക്കം വേണമെങ്കിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ ഇതിലും നല്ലപോലെ കുറുക്കമാകും. പക്ഷേ ഇത് ആവശ്യത്തിനുള്ള പാകമാണ്. ഇനി ഒരു പാനിലിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ വേണമെന്നൊരു നിർബന്ധമില്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഇനി പാൻ ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. 1 ചപ്പാത്തിക്ക് 1 മുട്ടയാണ് പാകം. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് മുട്ട ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തോട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതിലോട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കാം.
അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് സോസ് തേച്ച് കൊടുക്കാവുന്നതാണ്. സോസ് എത്രയാണോ അത് നമുക്ക് ആവശ്യം അത്രയും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. എത്രയാണോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അത്രയും നമുക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ അതിനകത്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. 3ആയിട്ടോ 4ആയിട്ടോ അത് റോൾ ചെയ്യാം. ചെറുതായിട്ട് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം. നമ്മുടെ എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മയോണൈസ് ഇതിൽ മുക്കി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.